ഹിന്ദു വിശ്വാസവും ദേശീയതയും സംരക്ഷിക്കുന്നവർക്ക് വോട്ട് ചെയ്യണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. ഹിന്ദു വിരുദ്ധരല്ല രാജ്യത്ത് അധികാരത്തിൽ വരേണ്ടത്. CAA കേരളത്തിലും നടപ്പാക്കുമെന്നും കേരളത്തിൽ നടപ്പാക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മുസ്ലിം വിഭാഗത്തെ കൂടി നിർത്താനുള്ള തന്ത്രമാണെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി മിലിത് പരാന്തെ കൊച്ചിയിൽ പറഞ്ഞു. VHP രാഷ്ട്രീയ സംഘടനയല്ലാത്തതുകൊണ്ട് ദൈനംദിന രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. എന്നാൽ രാജ്യസ്നേഹ സംഘടന എന്ന നിലയിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഹൈന്ദവ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാകണം രാജ്യം ഭരിക്കേണ്ടതെന്നും മിലിത് പരാന്തെ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. We are not talking about any particular party. We are saying that only those people who will support Hindu issues, they should be voted in power. Because people who are in power formulate the policies. We don't want anti-Hindu policies. It is as simple as that. Anti-Hindu policies are bad for the Hindu society as well as what is bad for the Hindu is bad for the country. ഏക സിവിൽ കോഡും മതപരിവർത്തന വിരുദ്ധ നിയമവും പല സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കി കഴിഞ്ഞു. കേരളത്തിലും ഈ നിയമങ്ങൾ പാസാക്കാനുള്ള അഭിപ്രായ രൂപീകരണത്തിന് VHP മുൻകൈയെടുക്കും. പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തിനാകെ ബാധകമാണ്. അത് കേരളത്തിൽ നടപ്പാക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മുസ്ലിം പ്രീണനത്തിനാണ്. CAA നടപ്പാക്കുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്നും മിലിത് പരാന്തെ പറഞ്ഞു. CAA has nothing to do with taking away citizenship of anybody. It is about only giving citizenship. So I think giving this statement that Kerala government and they will oppose this activity is just a Muslim appeasement. That is all. It is actually nothing they can do. വിശ്വ ഹിന്ദു പരിഷത്തിന് കേരളത്തിൽ 2 ലക്ഷം അംഗങ്ങളാണുള്ളത്. അത് ഈ വർഷം 5 ലക്ഷമാക്കുകയാണ് ലക്ഷ്യം. നിലവിൽ സംസ്ഥാനത്ത് 1200-ലധികം യൂണിറ്റുകളുണ്ട്. ഇത് 3000-ആക്കി വർദ്ധിപ്പിക്കും. എറണാകുളം ജില്ലാ പ്രസിഡന്റ് N. ശ്രീകുമാറും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനം, കൊച്ചി.